എവിടെയാണ് മുസ്ലിമിന്റെ വിജയം, എവിടെയാണ് വാഗ്ദാനം എന്ന ആർക്കെങ്കിലും സന്ദേഹമുണ്ടെങ്കിൽ നീ അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യുന്ന പ്രതിജ്ഞയെക്കുറിച്ച് ഓരോ മുസ്ലിമെ നീ യഥാർത്ഥത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ മരണവും നിനക്കുള്ളതാണ്. കുറെ ആളുകൾ മരിച്ചു എന്നുള്ളത് കൊണ്ടൊരു തോൽവിയുണ്ടോ? ഇസ്രയേൽ എന്ന് പറഞ്ഞ ദുഷ്ടശക്തികളുടെ മുമ്പിൽ ചെറുത്തു നിൽക്കാൻ ആ ഫലസ്തീനി സമൂഹത്തിന് കൊല്ലം 75 അവരുടെ രാജ്യം മുഴുവൻ നഷ്ടപ്പെട്ടിട്ടും അവർക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത്? അവർക്ക് നഷ്ടപ്പെട്ടതിന്റെ കണക്ക് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാനാവാത്ത അളവിൽ അവർക്ക് നഷ്ടപ്പെട്ടു. അവരുടെ ഭവനങ്ങളിൽ 80%, 50,000-ത്തിലധികം ആളുകൾ സമീപനാളിൽ മരിച്ചു. മയ്യത്തടക്കാൻ ഒരു വെള്ളത്തുണി പോലുമില്ല. പട്ടിണിയാ, പരിവട്ടമാ. എന്നിട്ടും അവരുടെ ശക്തി അത് ചോർന്നു പോകുന്നില്ല. മാനസിക ശക്തി കൊണ്ട് അവർ പിടിച്ചു നിൽക്കുകയാണ്. ഇത്രയൊക്കെ ആയാൽ ഒന്ന് കീഴടങ്ങിയാൽ എന്താ കുഴപ്പം? ഇത്രയൊക്കെ ആകുമ്പോൾ ഒന്ന് കീഴടങ്ങിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, ജീവിക്കാമല്ലോ. പക്ഷേ അവർ ചെയ്ത പ്രതിജ്ഞയോട് അവർക്ക് നീതി പുലർത്തേണ്ടതുണ്ട്. നായ്ക്കും നരിക്കും മനുഷ്യനെ കൊല്ലാനാവും. ഏത് നായ്ക്കും നരിക്കും മനുഷ്യനെ കൊല്ലാനാവും, തോൽപ്പിക്കാൻ പക്ഷേ ആവില്ല എന്ന് ഫലസ്തീനികളെ ഉദ്ദേശിച്ച് അദ്ദേഹം പറഞ്ഞതാ. തോറ്റിട്ടുണ്ടോ? ഇക്കാലത്തിലായിട്ട് നമ്മളാണ് എത്ര വട്ടം തോറ്റിരിക്കും? നമ്മളാണെങ്കിൽ ഈ ദുരവസ്ഥയിൽ എത്ര പ്രാവശ്യം സറണ്ടറായിരിക്കും, തോറ്റിട്ടുണ്ടായിരിക്കും. അള്ളാഹുവും വേണ്ട, റസൂലും വേണ്ട, അധികാരം മതി, മന്ത്രിക്കസേര മതി എന്ന് പറയുന്ന ആളുകളെയല്ലേ നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു വിട്ടത്? നമ്മുടെ പ്രതിനിധികൾ, നാം തെരഞ്ഞെടുത്തവർ അങ്ങനെയാ പറഞ്ഞത്. പക്ഷേ ഇതെല്ലാമായിട്ടും അവരുടെ ഈമാനിക ശക്തി, 2 മുഅ്മിനിന് ശക്തി നൽകുന്നത് ഈമാൻ.